കവർ സ്റ്റോറി. ശിക്ഷാ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ മാനവികത. എം അക്ബർ. വ്യക്തി, സമൂഹം തുടങ്ങിയ അമൂർത്ത സങ്കല്പങ്ങളെ ഇസ്ലാം നോക്കിക്കാണുന്നത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ വീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ്. അത് അതിൻ്റെ ശിക്ഷാ നിയമങ്ങളിലും പ്രകടമാണ്. ജനിച്ചു വളർന്ന പ്രത്യേക ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീന വലയത്തിൽ നിന്ന് ഒരിക്കലും മോചിതനാകാൻ കഴിയാത്ത ഒരു കളിപ്പാവ മാത്രമായി മനുഷ്യനെ കാണുന്ന ഫ്രോയിഡിയൻ ചിന്താരീതിയുമായി ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല. സമൂഹത്തിലെ സാമ്പത്തിക മാറ്റങ്ങൾ മാത്രമാണ് വ്യക്തിയിലെ അഹംബോധത്തെയും മൂല്യങ്ങളെയുമെല്ലാം നിശ്ചയിക്കുന്നത് എന്ന മാർക്സിയൻ വീക്ഷണവും ഇസ്ലാമിന് അന്യമാണ്. സ്വതന്ത്രരായി ജനിച്ചവരെ സ്വതന്ത്രമായി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിലൂടെയാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം സാധ്യമാവുകയെന്ന മുതലാളിത്തത്തിൻ്റെയും അതിൻ്റെ ഉപോൽപ്പന്നമായ ലിബറലിസത്തിൻ്റെയും കാഴ്ചപ്പാടിനെയും ഇസ്ലാം നിരാകരിക്കുന്നു. സമ്പത്തും സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമെല്ലാം മനുഷ്യരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുവെന്ന വസ്തുത ഇസ്ലാം അംഗീകരിക്കുന്നുവെങ്കിലും വ്യക്തിയെ സൃഷ്ടിക്കുന്നത് അതൊന്നുമല്ലെന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്. വ്യക്തിയിലെ അഹംബോധത്തെ സൃഷ്ടിക്കുന്നതും സാഹചര്യങ്ങൾക്കൊത്ത് തൻ്റെ നിലപാട് എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിക്കാൻ അവനെ പര്യാപ്തനാക്കുന്നതും അവൻ്റെ സവിശേഷതയായ ആത്മാവാണ്. ദൈവദത്തമാണ് മനുഷ്യാത്മാവ്. നന്മയെയും തിന്മയെയും തിരഞ്ഞെടുക്കാൻ അവനെ പ്രാപ്തനാക്കുന്നത് അവനിൽ സവിശേഷമായ ഈ അസ്തിത്വമുള്ളതുകൊണ്ടാണ്. വ്യക്തികളാണ് സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. വ്യക്തിയെ വിമലീകരിക്കുന്നത് ദൈവിക നിയമങ്ങളാണ്. ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുന്ന വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹം സമാധാനപൂർണവും നന്മ ഉൾക്കൊള്ളുന്നതുമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുകയാണ് വ്യക്തി ചെയ്യേണ്ടത്. അതുവഴി മാത്രമേ ആത്മസംസ്കരണം സാധ്യമാകൂ. എന്നാൽ ഏതൊരു സമൂഹത്തിലും ധാർമ്മിക നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. അവരെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ സമൂഹത്തിൽ തിന്മകളും അരാജകത്വവും പടരുന്നതിന് അത് നിമിത്തമാവും. ഇങ്ങനെ തിന്മകൾ വ്യാപിക്കുന്നത് തടഞ്ഞു നിർത്തുന്നതിനായുള്ളതാണ് ശിക്ഷാ നിയമങ്ങൾ. ശിക്ഷാ നിയമങ്ങളുടെ ലക്ഷ്യം വ്യക്തിയെയും സമൂഹത്തെയും പരിശുദ്ധമായി നിലനിർത്തുകയാണ് ഖുർആനിലെ ശിക്ഷാ നിയമങ്ങളുടെ ലക്ഷ്യം. വ്യക്തിയെ സമൂഹത്തിനു വേണ്ടിയോ സമൂഹത്തെ വ്യക്തിക്കു വേണ്ടിയോ ബലി കൊടുക്കണമെന്ന വീക്ഷണത്തെ ഇസ്ലാം പിന്തുണയ്ക്കുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ സമൂഹത്തിൻ്റെ നേരിയ കൈക്കടത്തൽ പോലും അക്ഷന്തവ്യമായി കരുതുന്ന ലിബറൽ വീക്ഷണവും സമൂഹത്തിനു വേണ്ടി വ്യക്തിയുടെ സഹജവികാരങ്ങളെപ്പോലും ബലി കൊടുക്കേണ്ടതുണ്ടെന്ന കമ്മ്യൂണിസ്റ്റ് വീക്ഷണവും ഇസ്ലാമിന് അന്യമാണ്. വ്യക്തിയും സമൂഹവും തമ്മിൽ നിലനിൽക്കേണ്ടത് സംഘടനാത്മകമായ ബന്ധമല്ലെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവയെ ഉദ്ഗ്രഥിതമാക്കുന്നത് മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നത് വഴി വ്യക്തിയെയും സമൂഹത്തെയും വിമലീകരിക്കുകയാണ് ഖുർആൻ ശിക്ഷാ നിയമങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ അവ വ്യക്തി കേന്ദ്രീകൃതമോ സമൂഹ കേന്ദ്രീകൃതമോ അല്ല, പ്രത്യുത മൂല്യകേന്ദ്രീകൃതമാണ് എന്ന് പറയുന്നതാവും ശരി. വ്യക്തിക്കും സമൂഹത്തിനും സമാധാനം പ്രദാനം ചെയ്യുകയാണ് ഇസ്ലാമിക നിയമങ്ങളുടെ ലക്ഷ്യം. വ്യക്തികൾക്ക് ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ അന്യോന്യം അനുവദിച്ചു കൊടുക്കുക വഴിയാണ് സാമൂഹികമായ ഉത്ഗ്രഥനം സാധ്യമാകുന്നത്. ഒരാളുടെയും അവകാശങ്ങൾ ഹനിക്കാൻ മറ്റൊരാളെയും അനുവദിച്ചുകൂടാ. ആരുടെയെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കേണ്ടതും രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ്. ഇതിനു വേണ്ടിയാണ് ശിക്ഷാ നിയമങ്ങൾ നടപ്പാക്കുന്നത്. നേരായ മാർഗത്തിലൂടെ ചലിക്കാൻ വ്യക്തിയെ പ്രചോദിപ്പിക്കുകയാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുടെ ലക്ഷ്യം. സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ. സംരക്ഷിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങളുണ്ടെന്നാണ് ഇസ്ലാമിക വീക്ഷണം. വിശ്വാസം, യുക്തിയും ബുദ്ധിയും, അഭിമാനം, ജീവൻ, സ്വത്ത്, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, സദാചാര മൂല്യങ്ങൾ, സമൂഹത്തിൻ്റെ ഭദ്രത ഇവയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ഇവ തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ആരെയും എന്നതുകൊണ്ട് അന്യനെ മാത്രമല്ല അർത്ഥമാക്കുന്നത്, സ്വന്തത്തെ കൂടിയാണ്. സ്വന്തം ജീവൻ വെടിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചവനും സ്വന്തം മാനം തകർത്തുകൊണ്ട് വ്യഭിചാരവൃത്തിയിലേർപ്പെട്ടവനും സ്വന്തം ബുദ്ധിയെ നശിപ്പിച്ചുകൊണ്ട് മദ്യപിക്കുന്നവനുമെല്ലാം കുറ്റവാളിയാകുന്നത് ഇതുകൊണ്ടാണ്. സർവശക്തനെയും അവൻ്റെ വിധിവിലക്കുകളെയുമല്ലാതെ ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത, ഏവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ ഉദ്ദേശ്യം. അത്തരമൊരു സമൂഹത്തിൽ മാത്രമേ ശാന്തിയും സമാധാനവും നിലനിൽക്കൂ. യാതൊരു രീതിയിലുമുള്ള ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവർക്കും വളരാനും വികസിക്കാനും സാധിക്കുന്ന മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ ലക്ഷ്യമാക്കുന്നത്. പ്രായോഗികത.
ഗോത്രവർഗ ശിക്ഷാ നിയമങ്ങളാണ് ഇസ്ലാമിലേതെന്നും ആധുനിക ജനാധിപത്യത്തിന് ഉൾക്കൊള്ളാനാകാത്തതാണ് അവയെന്നുമുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ശിക്ഷാ നിയമങ്ങളുടെ ലക്ഷ്യം കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കുകയാണെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ശിക്ഷാ നിയമങ്ങൾ ഗോത്രവർഗങ്ങളിലെന്ന പോലെ ജനാധിപത്യ ലോകക്രമത്തിലും പ്രസക്തമാണ്. ഏത് സമൂഹത്തിലും കാലത്തും അവ പ്രസക്തമായിരിക്കുകയും ചെയ്യും. ഒരു ശിക്ഷാ നിയമം പ്രായോഗികമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ അതിനുണ്ടാകേണ്ട സവിശേഷതകളെല്ലാം ഇസ്ലാമിക നിയമങ്ങളിൽ കാണാനാവും. ചെയ്ത തെറ്റിനുള്ള പ്രതികാരമാവുക, തെറ്റുകളെ തടയാൻ കഴിയുക, കുറ്റവാളികളെ ഭയപ്പെടുത്താനാവുക, കുറ്റം വഴി പ്രയാസം അനുഭവിക്കുന്നവർക്ക് സങ്കടനിവൃത്തി വരുത്താനാവുക, കുറ്റവാളിയെ സംസ്കരിക്കുന്നതാവുക, കുറ്റം വഴി നഷ്ടം നേരിട്ടവർക്ക് പരിഹാരം നൽകുന്നതാവുക, കുറ്റവാളിയെ പശ്ചാത്താപ വിവശനാക്കുന്നതാവുക, സമൂഹത്തെ കുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാവുക എന്നിവയാണ് പ്രായോഗികമായി ശിക്ഷാ നിയമങ്ങൾ വഴി ഉണ്ടായിത്തീരേണ്ടത്. ഇസ്ലാമിലെ ഏതു ശിക്ഷാ നിയമമെടുത്താലും ഈ ധർമ്മങ്ങൾ അവ നിർവഹിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഗോത്രവർഗങ്ങളിലേതുപോലെ തന്നെ ജനാധിപത്യ ലോകത്തും അവ പ്രായോഗികമാണെന്ന് പറയുന്നത്. വ്യക്തികൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകലാണ് ജനാധിപത്യം എന്ന് കരുതുന്നവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ അപ്രായോഗികമായി അനുഭവപ്പെടുക സ്വാഭാവികമാണ്. ആസ്വദിക്കാൻ കഴിയുന്നതെല്ലാം മൂല്യമാണെന്ന് കരുതുന്ന സമൂഹങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഖുർആനിക നിയമങ്ങൾ അപ്രായോഗികമാണെന്ന് തോന്നും. എന്നാൽ പൗരന്മാർക്ക് സൃഷ്ടിപരമായി പുരോഗമിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും നൽകുകയും പ്രസ്തുത സ്വാതന്ത്ര്യത്തെ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ വിനിയോഗിക്കുന്നത് തടയുകയും ചെയ്യുകയാണ് ജനാധിപത്യ സമൂഹത്തിലെ നിയമങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ ഇസ്ലാം പ്രദാനം ചെയ്യുന്ന ശിക്ഷാ നിയമങ്ങളെപ്പോലെ പ്രസക്തവും പ്രായോഗികവുമായ മറ്റൊന്നുമില്ലെന്നതാണ് വസ്തുത. സമൂഹത്തിൻ്റെ നേരെ വ്യക്തി നടത്തുന്ന ആക്രമണത്തെയാണ് കുറ്റം എന്ന് പറയുന്നത്. കുറ്റങ്ങൾ ഇല്ലാതാകുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൻ്റെ സ്വച്ഛന്തമായ ഒഴുക്ക് സാധ്യമാകൂ. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നതിലുപരിയായി കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് സമാധാനപരമായ സാമൂഹിക ജീവിതം സാധ്യമാക്കുകയെന്നതാണ് ശിക്ഷാ നിയമങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ശിക്ഷാ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നുവെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. ഇസ്ലാമിക നിയമങ്ങളെ മാനവികവും പ്രായോഗികവുമാക്കുന്നത് അവയുടെ ഈ സവിശേഷതയാണ്. സഹതാപം വേണ്ടത് ആരോട്? കുറ്റവാളികളോട് സഹതാപപൂർണമായ സമീപനമാണ് വേണ്ടതെന്ന് വാദിക്കുന്നവർ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കി സമാധാനപൂർണമായ സാമൂഹിക ജീവിതം സാധ്യമാക്കുന്നതിന് പ്രായോഗികമായി ചെയ്യേണ്ടതെന്തെന്നാണ് വിശദീകരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് പതിവ്. കുറ്റവാളികളോട് സഹതാപം കാണിക്കണമെന്ന് പറയുന്നവർ പ്രസ്തുത കുറ്റങ്ങൾ വഴി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നവരുടെ സങ്കടനിവൃത്തിയെക്കുറിച്ച് ഒന്നും ഉരിയാടാറില്ല. യാതൊരു കുറ്റവും ചെയ്യാതെ ഓർക്കാപ്പുറത്ത് ജീവൻ നഷ്ടപ്പെടുന്ന നിരപരാധികൾ, കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം കൊള്ളയടിക്കപ്പെട്ട് വഴിയാധാരമാകുന്ന മനുഷ്യർ, ഇണയുടെ അബദ്ധസഞ്ചാരത്തിൽ തകർന്നു തരിപ്പണമാകുന്ന കുടുംബബന്ധങ്ങൾ, ആരും നോക്കാനില്ലാതെ തെരുവ് തണ്ടുന്ന ജാരസന്തതികൾ, കുടുംബനാഥൻ്റെ മദ്യപാനം വഴി തകരുന്ന കുടുംബങ്ങൾ, ഈ സങ്കടങ്ങളോടാണോ അതല്ല ഇവക്ക് ഉത്തരവാദികളായ ക്രൂരരും നിഷ്ഠൂരരും ഭോഗാലസരുമായ കുറ്റവാളികളോടാണോ സഹതാപപൂർണമായ സമീപനമുണ്ടാകേണ്ടത്? ഒന്നുകിൽ കുറ്റകൃത്യം വഴി പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീതി, അല്ലെങ്കിൽ ദുരിതങ്ങൾ സൃഷ്ടിച്ച കുറ്റവാളികളോട് കാരുണ്യം. രണ്ടും കൂടി ഒരേ സമയം അസാധ്യമാണ്. കുറ്റവാളിയോടല്ല, പ്രയാസമനുഭവിച്ചവനോടാണ് സഹാനുഭൂതി വേണ്ടതെന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. പ്രസ്തുത വീക്ഷണമാണ് മാനവികമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾക്ക് മാത്രമേ മനുഷ്യരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഇസ്ലാം കരുതുന്നു. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വധശിക്ഷയുടെ കാര്യം തന്നെ എടുക്കുക. അകാരണമായി കൊല്ലപ്പെടുന്നവൻ്റെ പ്രയാസങ്ങളോ പ്രസ്തുത കൊല മൂലം അനാഥമാകുന്ന കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളോ സമൂഹത്തിലുണ്ടാവുന്ന വിടവോ ഒന്നും പരിഗണിക്കാതെയാണ് പലരും ഇത്തരം ചർച്ചകളിൽ കൊലയാളിയിൽ കാരുണ്യവർഷം നടത്തുന്നത്. ജയിൽ ശിക്ഷ വഴി കൊലയാളിയെ സംസ്കരിക്കാൻ സാധിക്കുമെന്ന മിഥ്യാബോധത്തിൻ്റെ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ടതാണ് അവർ മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തങ്ങൾ. അത്തരക്കാർക്ക് ഖുർആനിലെ ശിക്ഷാ നിയമങ്ങൾ അപ്രായോഗികവും അപരിഷ്കൃതവുമായി തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ അവർ പറയുന്നതല്ല ശരിയെന്നാണ് അനുഭവങ്ങൾ കാണിക്കുന്നത്. കൊലക്കുറ്റം ശിക്ഷ എന്താകണം? കൊലക്കുറ്റത്തിന് ആധുനിക കോടതികൾ വിധിക്കുന്നത് ജീവപര്യന്തം തടവാണ്. ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ജയിൽവാസമായിട്ടാണ് ജീവപര്യന്ത തടവ് മാറാറുള്ളത്. ഇതുതന്നെ ശിക്ഷിക്കപ്പെടാറുള്ളവർക്ക് മാത്രം. പണവും സ്വാധീനവുമുള്ളവർ എത്ര പേരെ കൊന്നാലും എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോരുന്നത് നാം കാണുന്നുണ്ടല്ലോ. ആരെ കൊന്നാലും
ഒന്നുമുണ്ടാകാൻ പോകുന്നില്ലെന്ന സ്ഥിതിയുടെ പരിണിത ഫലമെന്താണ്? കൊലപാതക കുറ്റങ്ങളുടെ അഭൂതപൂർവമായ വളർച്ച. കൊലപാതക കുറ്റങ്ങൾ ചെയ്യാൻ യുവാക്കൾ കൂടുതൽ തയ്യാറാകുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൈശാചിക കൊലപാതകങ്ങളിൽ 93% ഈ രംഗത്തെ പുതുമുഖങ്ങളായ യുവാക്കൾ ചെയ്യുന്നതാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പണത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു തലമുറ വളർന്നുവരുന്നു. കുറ്റവാളികളെ ജയിലിലടച്ച് സംസ്കരിച്ചു കളയാമെന്ന ലിബറൽ വാദത്തിനെതിരെയുള്ള ജീവിക്കുന്ന തെളിവുകളാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കൊലപാതകങ്ങൾ. രാഷ്ട്രീയത്തിനും മതത്തിനും പണത്തിനും വേണ്ടി ആരെയും എങ്ങനെയും കൊല്ലാൻ സന്നദ്ധരാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ശിക്ഷാ നിയമങ്ങളുടെ അപര്യാപ്തത മൂലവും ഉള്ളവ തന്നെ നടപ്പാക്കുന്നതിലുള്ള അലംഭാവം മൂലവുമാണ്. കൂടുതൽ പേരെ കുറ്റവാളികളാക്കാൻ മാത്രമേ കുറ്റവാളികളോടുള്ള ദാക്ഷിണ്യപൂർണമായ പെരുമാറ്റം നിമിത്തമാവുകയുള്ളൂ. കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും എന്നിട്ടും കുറ്റവാസന പ്രകടിപ്പിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്താലേ സമാധാനപൂർണമായ സാമൂഹിക ജീവിതം സാധ്യമാകൂ. ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് കൊലക്കുറ്റത്തിന് കൊലയെന്ന ശിക്ഷ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളെ, വധിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുകയെന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും. ഖുർആൻ അധ്യായം 2 സൂക്തം 178. ഗോത്രവഴക്കുകൾ കാരണം പരസ്പരം രക്തം ചിന്തിക്കൊണ്ടിരുന്ന അറേബ്യൻ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അതിക്രൂരമായ പ്രതികാര നടപടികളുടെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് ഈ സൂക്തം അവതരിക്കപ്പെട്ടത്. ഒരു ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും വധിക്കപ്പെട്ടാൽ പകരം കൊന്നവനെ കൊല്ലുകയെന്ന സമ്പ്രദായമായിരുന്നില്ല അവിടെ നിലനിന്നിരുന്നത്. പ്രത്യുത കൊല്ലപ്പെട്ട വ്യക്തിക്ക് എത്ര വിലമതിച്ചിരുന്നുവോ അത് കണക്കാക്കി അതിനു പകരമായി ഘാതകൻ്റെ ഗോത്രത്തിൽ നിന്ന് ആളുകളെ കൊന്നൊടുക്കുകയായിരുന്നു അവരുടെ രീതി. ഒരാൾക്കു പകരം 10-100 ആളുകളെ കൊന്നൊടുക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. തിരിച്ചും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഒരു ഉന്നതൻ മറ്റൊരു ഗോത്രത്തിലെ നിസ്സാരനെ വധിച്ചാൽ കൊന്നവനെ കൊല്ലുകയെന്ന നിയമം നടപ്പാക്കാൻ അവർക്ക് വൈമനസ്യമായിരുന്നു. പാവപ്പെട്ടവനു പകരം ഉന്നതനോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഈ സമ്പ്രദായങ്ങൾക്ക് അറുതി വരുത്തിയ ഖുർആൻ പ്രതിക്രിയ നടപ്പാക്കേണ്ടത് പ്രതിയുടെ മേൽ മാത്രമാണെന്ന് വ്യക്തമാക്കുകയാണ് മേലുദ്ധരിച്ച ഖുർആൻ സൂക്തത്തിൽ. കൊലക്കുറ്റം 2 തരം. മനുഷ്യജീവന് വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഗോത്രവഴക്കിൻ്റെയോ വിരോധത്തിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ പേരിൽ നശിപ്പിക്കപ്പെടാനുള്ളതല്ല ഒരാളുടെ ജീവൻ. ഖുർആൻ വ്യക്തമാക്കുന്നു, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. അധ്യായം 5 സൂക്തം 32. കൊലക്കുറ്റം 2 തരമാണ്: ബോധപൂർവമുള്ള കൊലയും അല്ലാത്ത കൊലയും. ബോധപൂർവമുള്ള കൊലക്കുറ്റത്തിന് ഖുർആൻ വിധിക്കുന്നത് വധശിക്ഷയാണ്. വധശിക്ഷ പ്രാകൃതമാണെന്ന വാദം ഇസ്ലാമിനില്ല. കൊലക്കുറ്റത്തിന് പ്രതികാരം ചെയ്യാൻ നിയമമില്ലാത്ത സമൂഹങ്ങളിൽ കൊലപാതകങ്ങളുടെ പരമ്പരകളുണ്ടാകുമെന്നത് തന്നെയാണ് അനുഭവങ്ങൾ കാണിക്കുന്നത്. ഭയരഹിതമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വധശിക്ഷയില്ലെങ്കിൽ സംഭവിക്കുക. സത്യവിശ്വാസികളെ, വധിക്കപ്പെടുന്നവർക്കായി പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്നു തുടങ്ങുന്ന വധശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 178, 179 വചനങ്ങൾ അവസാനിക്കുന്നത് തുല്യശിക്ഷ നൽകുന്നതിലാണ് ജീവൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമൂഹത്തിന് ജീവനുണ്ടാകണമെങ്കിൽ കൊലപാതകങ്ങൾക്ക് പ്രതിക്രിയ നടപ്പാക്കുന്ന സ്ഥിതിയുണ്ടാവണം എന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ കൊലപാതകം ബോധപൂർവമാണെന്ന് തെളിഞ്ഞാൽ കുറ്റവാളിയെ വധിക്കാനാണ് ഇസ്ലാമിക കോടതി വിധിക്കുക. ബോധപൂർവമല്ലാതെ നടക്കുന്ന കൊലപാതകത്തിന് വധശിക്ഷ നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകത്തിന് ഇസ്ലാമിക കോടതി വിധിക്കുക അതുമൂലം ദുരിതവും ദുഃഖവും ഉണ്ടായ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ഇക്കാര്യം വിവരിക്കുന്ന ഖുർആൻ വചനത്തിൽ അധ്യായം 4 സൂക്തം 92 അങ്ങനെ വിധിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുന്നതോടൊപ്പം ഒരു അടിമയെ മോചിപ്പിക്കുകയോ അതിന് കഴിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോൻപ് അനുഷ്ഠിക്കുകയോ വേണമെന്നുള്ള കൽപ്പനയും നഷ്ടപരിഹാരത്തുകയിൽ വിട്ടുവീഴ്ച നൽകാനുള്ള പ്രചോദനവുമുണ്ട്. അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുക അഥവാ ദിയ 100 ഒട്ടകത്തിൻ്റെ മൂല്യത്തേക്കാൾ കൂടരുതെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അത്തരം കൊലപാതകങ്ങൾക്ക് സൗദി അറേബ്യയിൽ വിധിക്കുന്ന പരമാവധി നഷ്ടപരിഹാരത്തുക
3 ലക്ഷം റിയാലാണ്. കൊല്ലപ്പെട്ടയാളുടെ മരണം മൂലമുണ്ടായ നഷ്ടവും പ്രതിയുടെ സാമ്പത്തിക സ്ഥിതിയുമെല്ലാം പരിഗണിച്ച് കോടതിയാണ് ബോധപൂർവമല്ലാതെ നടന്ന കൊലപാതകത്തിനുള്ള ദിയ നിശ്ചയിക്കുക. കോടതി നിശ്ചയിച്ച ദിയ നൽകിക്കഴിഞ്ഞാൽ പ്രതി കുറ്റമുക്തനാക്കപ്പെടും. പിന്നെ അയാൾക്കെതിരിൽ ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാവുകയില്ല. ദിയ നൽകാൻ കഴിയാത്ത വിധം ദരിദ്രനാണ് പ്രതിയെങ്കിൽ അയാളെ സർക്കാർ സഹായിക്കാറുണ്ട്. സൗദി അറേബ്യയിൽ നിന്നു തന്നെ സർക്കാരും ഉദാര വ്യക്തിത്വങ്ങളും ദിയ നൽകി കൊലയാളികളെ മോചിപ്പിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9 പേരുടെ മരണത്തിന് കാരണമായ 2006 ഫെബ്രുവരി 11 നടന്ന ഒരു കാർ ആക്സിഡൻറ്റിലെ പ്രതി ബാംഗ്ലൂർ സ്വദേശിയായ സലീം ബാഷയ്ക്ക് വിധിച്ച 6,53,000 സൗദി റിയാൽ ദിയാപണം നൽകി മോചിപ്പിച്ചത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബ്ദുള്ള രാജാവായിരുന്നു. ശിക്ഷ തീരുമാനിക്കുന്നത് കുടുംബം. ബോധപൂർവമുള്ള കൊലപാതകത്തിൽ കൊലയാളിക്ക് ശിക്ഷ വിധിക്കാൻ മാത്രമേ ഇസ്ലാമിക ശരീഅത്ത് കോടതിയെ അനുവദിക്കുന്നുള്ളൂ. അയാളെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം കൊല്ലപ്പെട്ടയാളുടെ മരണം മൂലം നഷ്ടമനുഭവിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കാണ്. അവർക്ക് വേണമെങ്കിൽ കൊലയാളിക്ക് മാപ്പ് നൽകി വെറുതെ വിടാം, അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാൻ കോടതിയോട് ആവശ്യപ്പെടാം. മാപ്പ് നൽകി വെറുതെ വിടാൻ കോടതിയോട് അഭ്യർത്ഥിച്ചാൽ നടപടികൾ പൂർത്തിയാക്കി അവരെ വെറുതെ വിടുക മാത്രമാണ് പിന്നെ കോടതിക്ക് ചെയ്യാനുള്ളത്. തങ്ങളോട് ക്രൂരത കാണിച്ചവരോട് ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യാൻ ഖുർആനും നബിവചനങ്ങളും വിശ്വാസികളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട്. സത്കർമ്മകാരികൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവരായിരിക്കുമെന്നും അധ്യായം 3 134. മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹുവും മാപ്പ് നൽകും അധ്യായം 42-40 എന്നുമെല്ലാം ഖുർആൻ പഠിപ്പിക്കുന്നു. ശത്രുക്കളുമായുള്ള പോരാട്ട സന്ദർഭത്തിൽ പോലും നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെയുണ്ടായ അതിക്രമത്തിന് തുല്യമായ നടപടി സ്വീകരിക്കുക. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അതാണ് ക്ഷമാശീലർക്ക് ഉത്തമം അധ്യായം 16 126 എന്നാണ് ഖുർആനിൻ്റെ നിർദ്ദേശം. മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹു ആദരവ് നൽകുമെന്നും തന്നെ മുറിപ്പെടുത്തിയവനോട് ക്ഷമിക്കുക ധർമ്മമാണെന്നും അത് ചെയ്തവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നും കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുമെന്നും തന്നോടുള്ള മറ്റുള്ളവരുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹു മാപ്പ് നൽകുന്നുമെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പഴുതുകളുണ്ടെങ്കിൽ കുറ്റവാളികൾക്കെതിരെയുള്ള ശിക്ഷാവിധികൾ നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുന്നയാളാണ് നല്ല ഭരണാധികാരിയെന്ന് സൂചിപ്പിക്കുന്ന നബിവചനം ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് സ്വീകാര്യമായ പരമ്പരയോടെ തിർമിദി നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ പലപ്പോഴും വധിക്കപ്പെട്ടയാളുടെ മുസ്ലിങ്ങളായ അനന്തരാവകാശികൾ നിരുപാധികം കൊലയാളിക്ക് മാപ്പ് നൽകുകയാണ് പതിവ്. ഇത്തരം എത്രയോ സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നിന്നു തന്നെ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളിയെന്ന് വിധിക്കപ്പെട്ടയാൾക്ക് വധശിക്ഷ നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കാനോ കോടതിയോട് അയാളെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിക്കാനോ അനുവദനീയമായ ഏതെങ്കിലും നിബന്ധനകൾ വെക്കുന്നതിന് ഇസ്ലാമിക ശരീഅത്ത് കൊല്ലപ്പെട്ടവരുടെ അനന്തരാവകാശികളെ വിലക്കുന്നില്ല. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി നഷ്ടപരിഹാരത്തുക ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ കോടതി ഇടപെടാതിരിക്കുന്നത് അങ്ങനെ ഇടപെടാൻ ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരം വകുപ്പില്ലാത്തതുകൊണ്ടാണ്. ബോധപൂർവമെന്ന് വധിക്കപ്പെട്ട കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ വധശിക്ഷ നടപ്പാക്കുകയോ വധിക്കപ്പെട്ടയാളുടെ കുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാപ്പ് നൽകി വിട്ടയക്കുകയോ മാത്രമാണ് കോടതി ചെയ്യുന്നത്. അങ്ങനെ വിട്ടയക്കാൻ വെക്കുന്ന നിബന്ധനകൾ കോടതിയുടെ പരിധിയിലുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് തീരുമാനിക്കപ്പെടുന്നതാണ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട ദിയാപണം നൽകാൻ കുറ്റവാളിയെന്ന് വിളിക്കപ്പെട്ടയാൾക്ക് കഴിയാത്തതിനാൽ അത് നൽകി അവരെ മോചിപ്പിക്കാൻ ചില സ്വദേശികൾ തന്നെ മുന്നോട്ട് വന്ന സന്ദർഭങ്ങൾ പലതവണ സൗദി അറേബ്യയിലുണ്ടായിട്ടുണ്ട്. ഒരു സൗദി പൗരനെ കുത്തിക്കൊന്ന കൊലക്കേസിൽ ഫിലിപ്പീൻസുകാരനായ പ്രതി റോഡിലിയോ ടണ്ടൻ ലനൂസയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ടയാളോട് കുടുംബം ആവശ്യപ്പെട്ട 30 ലക്ഷം റിയാലിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 7 ലക്ഷം റിയാൽ കഴിച്ച് ബാക്കി 23 ലക്ഷം റിയാലും നൽകി അന്നത്തെ സൗദി ഭരണാധികാരിയായിരുന്ന അബ്ദുള്ള രാജാവ് സഹായിച്ച വാർത്ത വന്നത് 2013 ജൂലൈ 20 രക്ഷിക്കാൻ കഴിയുക ബന്ധുക്കൾക്ക് മാത്രം. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ രാഷ്ട്രത്തലവൻ വിചാരിച്ചാൽ പോലും കഴിയില്ല. അതിന് വധിക്കപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കൾ തന്നെ തീരുമാനിക്കണം. അയാളെ വെറുതെ വിടണോ, എന്തെങ്കിലും വാങ്ങി സ്വതന്ത്രനാക്കണോ, വധിക്കണമെന്ന് തന്നെ വാശി പിടിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് മരണം മൂലം ദുരിതവും ദുഃഖവും ഉണ്ടായ അടുത്ത ബന്ധുക്കളാണ്. അവർ തീരുമാനിക്കുന്നത് വധശിക്ഷ നടപ്പാക്കാനാണെങ്കിൽ അതിലിടപെടാൻ ഭരണകൂടത്തിനോ കോടതികൾക്കോ കഴിയില്ല.
ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ രാജകുടുംബാംഗമായിരുന്ന തുർക്കി ബിൻ അൽ കബീർ രാജകുമാരൻ്റെ വധശിക്ഷ. സൗദി രാജവംശത്തിൻ്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ പിതൃവ്യപുത്രനായ സൗദ് അൽ കബീർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പേരമകനുമാണ് തുർക്കി അൽ കബീർ. അദ്ദേഹത്തിന് വധശിക്ഷ നൽകിയത് 2016 ഒക്ടോബർ 18-നാണ്. തൻ്റെ സുഹൃത്തായ ആദിൽ ബിൻ സുലൈമാൻ ആലി മുഹൈമീദിനെ 4 വർഷങ്ങൾക്ക് മുമ്പ് വെടിവെച്ചു കൊന്നുവെന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. എത്ര ഭീമമായ സംഖ്യ ആവശ്യപ്പെട്ടാലും അത് നഷ്ടപരിഹാരമായി നൽകി മകനെ രക്ഷപ്പെടുത്താൻ രാജകുമാരൻ്റെ പിതാവ് സന്നദ്ധനായിരുന്നു. പക്ഷേ തൻ്റെ മകനെ കൊന്ന രാജകുമാരനെ വധിക്കുക തന്നെ വേണമെന്ന് കൊല്ലപ്പെട്ട ആദിലിൻ്റെ പിതാവ് ആവശ്യപ്പെട്ടതിനാൽ വധശിക്ഷ നടപ്പാക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. പല ഉന്നതന്മാരും ശുപാർശയ്ക്ക് ശ്രമിച്ചെങ്കിലും ആ പിതാവ് വഴങ്ങിയില്ല. ഇസ്ലാമിക നീതിക്ക് മുന്നിൽ രാജകുമാരനും യാചകനുമെല്ലാം സമമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു. കൊലയാളിക്ക് വധശിക്ഷ നൽകണമെന്ന് നിഷ്കർഷിക്കുന്നതോടൊപ്പം അത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അധികാരം കൊല്ലപ്പെട്ടയാളുടെ വിയോഗം മൂലം ദുഃഖവും നഷ്ടവും അനുഭവിക്കുന്ന കുടുംബത്തിന് നൽകുന്നുവെന്നതാണ് വധശിക്ഷയുടെ കാര്യത്തിലുള്ള ഇസ്ലാമിക നിയമത്തിൻ്റെ മാനവികത. ഇസ്ലാമിക നിയമങ്ങളുടെ ഈ കാരുണ്യമാണ് അനസ് അശ്ശഹരി എന്ന വികലാംഗനെ ബോധപൂർവം കൊന്നുവന്ന കുറ്റത്തിന് സൗദി അറേബ്യയിൽ ശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുറഹീമിനെ പോലെയുള്ള പലരെയും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. തലാൽ അബ്ദുൽ മഹ്ദി എന്ന യമൻ സ്വദേശിയെ മയക്കുമരുന്നുകൾ കുത്തിവെച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന കുറ്റത്തിന് യമൻ കോടതി വധശിക്ഷ വിധിച്ച നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലുണ്ടാക്കി പ്രവർത്തിക്കുന്നതും മാനവികമായ ഈ ഇസ്ലാമിക നിയമത്തിൻ്റെ തണൽ വധശിക്ഷ വിധിക്കപ്പെട്ടവർക്കെല്ലാം അവസാനത്തെ രക്ഷാമാർഗമായി ഉള്ളതുകൊണ്ടാണ്.